നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൽ വന്ധ്യതയുടെ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 6-ൽ ഒരാൾക്ക് വന്ധ്യത മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത് സ്ത്രീയുടെ പ്രശ്നമാകാം, പുരുഷന്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊന്നുമല്ലാതെ കാരണം കണ്ടെത്താത്ത അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന അണ്ട ഉൽപാദനം അല്ലെങ്കിൽ അണ്ടവിസർജനം, അതിനകത്തുള്ള ഇഷ്യൂസ് കാരണം, ഓവുലേഷന്റെ പ്രശ്നങ്ങൾ കാരണം വരുന്ന വന്ധ്യതയാണ് ഒരു ഭാഗം. അതല്ലാതെ ട്യൂബ്, അണ്ടവാഹിനി കുഴലിൽ വെച്ചാണ് ഈ ബീജവും അണ്ടവും തമ്മിൽ ബീജസങ്കലനം നടന്ന് പൂർണ്ണമാകേണ്ടത്. ആ ട്യൂബിന് എന്തെങ്കിലും ബ്ലോക്കുകൾ, തടസ്സങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഇഷ്യൂസ് കാണാറുണ്ട്. അതുപോലെ തന്നെ യൂട്രസിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഫൈബ്രോയിഡ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ദശവളർച്ച വന്നിട്ട് അതല്ലെങ്കിൽ യൂട്രസിന്റെ ലൈനിങ്ങിനകത്തുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ലോങ് ടേം ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നു. ഇതോടൊപ്പം തന്നെ പുരുഷന്മാരുടെ ബീജം നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ അതിനകത്തുള്ള കൗണ്ടിന്റെ ഇഷ്യൂസ്, മോട്ടിലിറ്റി ഇഷ്യൂസ്, അല്ലെങ്കിൽ അതിന്റെ ഘടനയിലുള്ള വ്യതിയാനം, ഇതൊക്കെ ഇൻഫെർട്ടിലിറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു അസുഖമാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്, ചോക്ലേറ്റ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന അസുഖം. ഈ അസുഖത്തിന്റെ ഭാഗമായിട്ട് ട്യൂബിന് ചലനശേഷി പ്രോപ്പറായിട്ട് നടക്കാത്തത്, അല്ലെങ്കിൽ ഫുൾ ഒട്ടിപ്പിടുത്തം വന്നിട്ട് അത് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ, അണ്ടങ്ങളുടെ ക്വാളിറ്റിയിൽ അഫക്റ്റഡ് ആകുക, യൂട്രസിനകത്ത് വന്ന് ഈ ഭ്രൂണം ഒട്ടിപ്പിടിക്കാത്ത അവസ്ഥയുണ്ടാകുക, അങ്ങനെ പല പല കണ്ടീഷൻസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് എൻഡോമെട്രിയോസിസ്. എന്നാൽ ഈ മേൽപ്പറഞ്ഞ ഘടകങ്ങൾക്കെല്ലാം ട്രീറ്റ്മെന്റ് IVF ആണോ എന്ന് ചോദിച്ചാൽ അതല്ല. ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെന്റ് എന്നതിനെ കുറിച്ച് വളരെ കോമൺ ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എല്ലാവർക്കും IVF വേണ്ടി വരും എന്നുള്ളത്. ചില കേസുകളിൽ നിസ്സാരമായിട്ടുള്ള കോണ്ടാക്ട് ഇഷ്യൂസ് ആയിരിക്കാം, അതായത് ലൈംഗിക ബന്ധം പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് വന്ധ്യത അനുഭവപ്പെടുന്ന ഒരു വിഭാഗവും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് ചിലപ്പോൾ ഉദാഹരണക്കുറവിന്റെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വജൈനിസ്മസ് എന്ന് പറയുന്ന സ്ത്രീയുടെ മസിൽസ് ടൈറ്റൻ ആകുന്ന ഒരു കണ്ടീഷൻസിന്റെ ഭാഗമായിരിക്കാം. അപ്പോൾ ഇതിനൊക്കെ നിസ്സാരമായിട്ടുള്ള ഒരു കൗൺസിലിങ്ങിലൂടെ, അവർക്കൊരു മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ തന്നെ ഈ ഫാക്ടേഴ്സ് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ അവരുടെ ലൈഫ് സ്റ്റൈലിനകത്തുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഡയറ്റ്, എക്സസൈസ് ഒക്കെ മോഡിഫൈ ചെയ്യുന്നതിലൂടെ അമിതവണ്ണമുള്ളവർക്ക് അല്ലെങ്കിൽ PCOD ഉള്ളവർക്കൊക്കെ ഒരു 5 മുതൽ 10% വരെ വെയിറ്റ് കുറച്ചാൽ തന്നെ കൺസീവ് ആകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഓവുലേഷന്റെ പ്രശ്നങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അണ്ടർലൈൻ ഹോർമോണൽ ഇഷ്യൂസ് ആണെങ്കിൽ അതിന് കറക്റ്റ് ചെയ്യുന്ന ചെറിയ മരുന്നുകളുടെ സഹായത്തോടു കൂടി, ഇനി മൈൽഡായിട്ടുള്ള സെമൻ അനാലിസിസിലെ വ്യത്യാസങ്ങളാണെങ്കിൽ നമുക്ക് IUI എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയിലൂടെ തന്നെ ഈ ഇൻഫെർട്ടിലിറ്റിയുടെ ഇഷ്യൂസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ ചില കേസുകളിൽ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ എൻഡോമെട്രിയോസ് അല്ലെങ്കിൽ ട്യൂബ് ബ്ലോക്ക് ആണ്, 2 സൈഡിലെയും ട്യൂബ് ബ്ലോക്ക് ആണ്, സിവിയർ ആയിട്ടുള്ള മെയിൽ ഫാക്ടർ ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് IVF വേണ്ടി വരും. ചില കണ്ടീഷൻസിൽ നമുക്ക് ചെറിയ സർജറികളുടെ സഹായത്തോടു കൂടിയിട്ട് ഇവർക്ക് പ്രഗ്നൻസി എന്നുള്ളത് സാധ്യമാക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ തിരിച്ചറിവാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വന്നാൽ എന്തായാലും IVF വേണ്ടി വരും, അല്ലെങ്കിൽ പുറത്ത് പറയാൻ പോലും മടിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറ്റം വരുത്തി ശരിയായിട്ടുള്ള ചികിത്സ, അത് പ്രോപ്പറായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഡോക്ടറോട് പറയുന്നതിലൂടെ, അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റുകൾ യഥാസമയം ഉചിതമായി കൊടുക്കുന്നതിലൂടെ അവരുടെ കുഞ്ഞ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി സാധിക്കുന്നു. ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്.